എന്നാലും നമ്മൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികൾ പാടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ബാൻഡ് ഫോം ചെയ്യുക പിന്നെ അല്ലേ അതിപ്പോ അതും നമ്മളിപ്പോ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ലൈവ് ഇപ്പൊ ഒരു പാട്ട് പാടി അപ്പൊ തന്നെ ബാൻഡ് ഫോം ചെയ്ത് കഴിഞ്ഞാല് ജനങ്ങളെ ഏറ്റെടുക്കണമെന്നില്ല. ഉം, ഉം, നമ്മുടെ പെർഫോമൻസ് പോലെ ഉം, ഇരിക്കും. ഉം. നമ്മള് ജനങ്ങളെ അല്ല എങ്ങനെ അതിനും സോഷ്യൽ മീഡിയ ഒരു കുറെ അവർ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർക്ക് ഇൻഫ്ലുവൻസ് വേണമെങ്കിൽ നേരെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് പറ്റും. പക്ഷെ എത്തിക്കാനുള്ളൊരു സോഷ്യൽ മീഡിയ ഒരു മീഡിയം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നമ്മള് അവരെ ലൈവില് വിളിച്ചു കഴിഞ്ഞാല് അവര് ലൈവില് സക്സസ് ആവണമെന്നില്ല. ആ ഉം, ഉം. അങ്ങനെ ആവോ? അതെ അതെ സത്യമാണ്. ഇപ്പൊ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഇപ്പൊ അഫ്സൽക്ക പാടുന്നത് ഒരു അടിപൊളി കാണുന്നു. നമ്മൾ കാണുന്നോണ്ട് മാത്രമായില്ലല്ലോ, അതെ നമ്മൾ അതെ അതെ അനുഭവിക്കുമ്പോഴാണ് ഉം, അതിനൊരു ഉം, സുഖം ഉം, ഉം, ഉണ്ടാവുള്ളൂ, ഉം. അല്ലെ? അതെ 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 ഇപ്പൊ ഒരു ഇത്രയും സൗണ്ട് സിസ്റ്റവും ഓർക്കസ്ട്രയും ഒക്കെ ഇരുന്നിട്ട് നമ്മൾ നേരിട്ട് കേൾക്കുമ്പോഴാണ് ഉം, ഉം, ഒരിതാണ്. ഉം. ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവില്ല ആ. മനസ്സിലാവില്ല. അതില് കുറെ നമ്മൾ ചിലപ്പോ ഒറിജിനൽ വോയിസ് തന്നെ അല്ലായിരിക്കും, ചിലപ്പോൾ റെക്കോർഡഡ് ആയിരിക്കും നമ്മൾ റെക്കോർഡഡ് ഇടുന്നത്. ആയിരിക്കും. അതങ്ങനെയാണ് വരുന്നത്, ഇപ്പൊ എല്ലാം അങ്ങനെയാണ് വരുന്നത്. അതെ അതെ അതെ. അപ്പൊ ഒരു ലൈവ് പെർഫോമർ എന്നുള്ളത് നമ്മൾ നേരിട്ട് തന്നെ പോയി കണ്ട് അനുഭവിച്ചിട്ടാണ് കണ്ടാലാണ് അതിനെ കുറിച്ചുള്ള ഒരു ധാരണ വരും. ആ ഒരു ധാരണ. സിംഗറുടെ ഒരു കാലിബർ അതെ എന്താണെന്നുള്ളത് അതെ അതെ അപ്പോഴേ അതെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുള്ളൂ അല്ലാതെ ശരിയാ. നമ്മൾ ഒരു പാട്ട് പാടി ബാൻഡ് തുടങ്ങി അത് സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാല് അല്ല ഇപ്പൊ ആ ഒരു കാലഘട്ടങ്ങളാണ് അത് ഇതിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാണ് സോഷ്യൽ മീഡിയയുടെ അതെ ഒരു ഇത് ഇൻഫ്ലുവൻസ് എന്ന് നെഗറ്റീവും പറയുന്നത്. ഉണ്ട് പോസിറ്റീവും ഉണ്ട് എന്ന് പോസിറ്റീവ് ഉണ്ട്, പറഞ്ഞ അതന്നെ. പോലെയാണ്.